ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. രോഹു എന്ന് പറയുന്ന മീനാണ് മേടിച്ച്. അപ്പോൾ അത് കറി വയ്ക്കുന്നതും വറുക്കുന്നതും എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് മീൻ വറുക്കണത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. കറി വയ്ക്കുന്ന ചട്ടിയിൽ തന്നെയാണ് മീൻ ഉപ്പും മുളകും തിരുമ്പി വറുക്കണം കേട്ടോ. ഉപ്പും മുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എല്ലാം കൂടി നന്നായി തിരുമ്പി മാറ്റി വെച്ചിട്ട് വറക്കുക. പിന്നെ നമുക്ക് കറി വയ്ക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരുംജീരകം, പിന്നെ ചീനമുളക്, ഉപ്പ്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുമാണ് ആവശ്യം. അപ്പോൾ നമുക്ക് ഇനി മീനിലേക്ക് അരപ്പ് ചേർക്കണം കേട്ടോ. നമ്മൾ ചതച്ച ഇഞ്ചി, പിന്നെ ചീനമുളക് എല്ലാം അരിഞ്ഞ് ചേർക്കണം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചേർക്കണം. അതെല്ലാം ചേർത്ത് മീൻ അവിടെ വയ്ക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അരപ്പ് അരച്ച് ചേർക്കണം. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം അരമുറി തേങ്ങ വേണം. അതിലേക്ക് ഒരു 3-4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ പെരുംജീരകം എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ. അരപ്പ് നന്നായി അരയണം, അപ്പോഴേ നമ്മുടെ മീൻ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായി അരച്ചെടുത്തതിന് ശേഷം നമുക്കത് മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് പുളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ പുളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിറകടുപ്പിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ നമ്മൾ കുറച്ച് ഉള്ളി അരിഞ്ഞ് മൂപ്പിച്ച് അതിലേക്ക് ഒഴിക്കണം. ഞാൻ ഉള്ളി അരിഞ്ഞ് മൂപ്പിക്കുന്നത് ഇടാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ ഉള്ളി അരിഞ്ഞ് മൂപ്പിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡിയായി. അപ്പോൾ അടിപൊളി കറിയായിരുന്നു. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.